ഷാജഹാൻ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്നതാണോ കാണുന്നത്? അതായത് എനിക്ക് തോന്നുന്നത് ഈ ഉച്ചി വെച്ച കൈ കൊണ്ട് ഉദകക്രിയ എന്ന് പറയുന്ന പോലെയാണോ ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നമ്മളോട് ശബരിമലയിൽ ഒരു വലിയ പെരുങ്കൊള്ള നടന്നു എന്ന് ആദ്യം പറഞ്ഞത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. അവർ സ്വമേധയാ ഒരു കേസെടുത്തുകൊണ്ട് അവർ നമ്മളോട് പറഞ്ഞു, ഹൈക്കോടതി ശബരിമലയിൽ വലിയൊരു പെരുങ്കൊള്ള നടന്നിരിക്കുന്നു, അത് ഈ ഹിന്ദുക്കളുടെ ഒരു മഹാക്ഷേത്രമാണ് ശബരിമല, അവിടുത്തെ ശ്രീകോവിലിൽ നിന്ന് പണമൊക്കെ ഈ കിലോ കണക്കിന് സ്വർണം കുറേ പേര് ചേർന്ന് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞു. എന്നിട്ട് അത് അടിച്ചുകൊണ്ട് പോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് എന്ന് കോടതി നമ്മളോട് പറഞ്ഞു. അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ കോടതി നമ്മളോട് പറഞ്ഞു. അതിനുശേഷം കോടതി പറഞ്ഞു, ഇതിൻ്റെ അന്വേഷണത്തിൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിന് ശേഷമേ ഞങ്ങൾ വിശ്രമിക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷം കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അതിനകത്ത് ഏറ്റവും കീഴുദ്യോഗസ്ഥന്മാർ വരെ ആരാണ് എന്ന് കോടതി പറഞ്ഞു. അങ്ങനെ കോടതി വലിയ ശക്തമായി മപ്പടിച്ചിങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നെഞ്ചു വിരിച്ച് ഇങ്ങനെ നിന്നു. ഏതാണ്ട് ഒരു 10-12ഓളം ഇടക്കാല ഉത്തരവുകൾ കോടതി നമ്മുടെ മുമ്പിൽ തന്നു. അതൊക്കെ കൊണ്ട് നമ്മൾ വലിയ ആവേശഭരിതരായി. ശബരിമലയിൽ നടക്കുന്ന കൊള്ള സംബന്ധിച്ചിട്ടുള്ള പ്രതികളെല്ലാം പിടിക്കും, അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരും എന്നൊക്കെ നമ്മൾ ദിവാസ്വപ്നം കണ്ടു. അല്ല, ഇന്നത്തെ വിധിയോടുകൂടി, അതായത് ഫെബ്രുവരി 9 ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ വിധിയോടുകൂടി ഈ അന്വേഷണം എന്നേക്കുമായി പൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്ന് ഈ വിധിന്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി. വിധിന്യായം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, ജനുവരി 19 ഇതിനു മുമ്പത്തെ വിധിന്യായം വന്നത്. ആ വിധിന്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരുന്നത്? 2 കേസുണ്ട്. ഒന്ന് 3700 2025, ഒന്ന് 3701 2025. ആ 2 കേസുകളിൽ ആദ്യത്തെ കേസിൽ ഒരാളെ, 3 പേരെ, രണ്ടാമത്തെ കേസിൽ 2 പേരെ, അങ്ങനെ 5 പേരെ ഉടനടി അറസ്റ്റ് ചെയ്യും എന്ന് കോടതി പറഞ്ഞു. എന്നിട്ട് കോടതി പറഞ്ഞു, ഈ പ്രതികളുടെ അവരുടെ ഫോൺ സംഭാഷണം, അവരുടെ CDRകൾ, അവരുടെ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ ആസ്തികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്. അതുകൊണ്ട് ഉടനടി എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന് കോടതി ജനുവരി 19 നമ്മളോട് പറഞ്ഞിരുന്നു. ഇന്നത്തെ ഈ വിധിന്യായം വായിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മല എലിയെ പ്രസവിച്ച പോലെ എനിക്ക് തോന്നി. മല എലിയെ പ്രസവിച്ച പോലെ, അല്ലെങ്കിൽ ഉച്ചി വെച്ച കൈ കൊണ്ട് ഉദകക്രിയ എന്ന് പറഞ്ഞതുപോലെ ഈ വിധി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഹൈക്കോടതി ഈ പറഞ്ഞതുപോലെ വാലിഞ്ചുരുട്ടി ഓടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കെതിരെ കോടതിയിലക്ഷം കേസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഹൈക്കോടതി ഈ പണി അവസാനിപ്പിച്ചു. ഹൈക്കോടതി ആയുധം വെച്ച് കീഴടങ്ങി. ഹൈക്കോടതി ഈ അന്വേഷണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് ഈ കോടതി വിധി വായിച്ചപ്പം എനിക്ക് മനസ്സിലായി. ഇതിൽ 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ പ്രാഥമികമായി പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ ചർച്ച അവസാനിപ്പിച്ചു. അതിലാദ്യമായിട്ട് കോടതി പറയുന്നത്, VSSCയിൽ അന്വേഷിച്ചു, VSSCന്നൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വേറെ കൊടുക്കാം എന്നാണ് പറയുന്നത്. ആരാണ് VSSCയിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞത്? ഞങ്ങളാണോ? ഞാനും അനിൽ നമ്പ്യാരുമാണോ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കോടതി തന്നെയല്ലേ പറഞ്ഞത്. എന്നിട്ട് VSSCയിൽ അന്വേഷിക്കാൻ കൊടുത്തു. VSSCയിൽ അന്വേഷണം ഒരു 19-60 ദിവസം ഇട്ട് നീട്ടിക്കഴിഞ്ഞിട്ട് തലയും വാലുമില്ലാത്ത ഒരു അന്വേഷണ റിപ്പോർട്ട് VSSCയിൽ നിന്ന് വന്നു. അത് മേടിച്ചുകൊണ്ട് കോടതി എന്ത് പറഞ്ഞു? കോടതി പറഞ്ഞു, ഇത് കൊള്ളൂല. അപ്പോൾ കോടതി ഒരു ദിവസം ഒന്ന് പറയും, കോടതി ഒരു ദിവസം വേറൊന്ന് പറയും. 1. 2, കോടതി ഈ വിധിന്യായത്തിലും പറയുന്നു, ആദ്യത്തെ കേസിൽ 2 പേരെയും, രണ്ടാമത്തെ കേസിൽ ഒരാളെയും അറസ്റ്റ് ചെയ്യുമെന്ന്, അല്ല അവർക്കെതിരെ നടപടികൾ അന്തിമ ഘട്ടത്തിലാക്കുന്ന, അവരെ പ്രതി ചേർക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ജനുവരി 19 5 പേരെ പ്രതിയാക്കാൻ പോകുന്ന കാര്യം കോടതി പറഞ്ഞായിരുന്നല്ലോ. അതെവിടെ പോയി? അത് അന്തരീക്ഷത്തിൽ അങ്ങ് പോയോ? ഇത്തവണ കൂടുതൽ വിശദാംശങ്ങളൊന്നുമില്ല, ഇത് അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് കോടതി ഇതിൻ്റെ അവസാനം എന്താ പറയുന്നറിയോ? അവസാനം പറയുകയാണ്, ഈ വാജിവാഹനം കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വിജിലൻസ് അന്വേഷിക്കണമെന്ന്.
അതെന്തോ ഒരു ഭക്തൻ കൊണ്ടുവന്നിട്ട് പിന്നെ ശബരിമല വിജിലൻസിന് അവിടുത്തെ വിജിലൻസിന് എന്തോ ഒരു പരാതി കൊടുത്തു. അതിനെക്കുറിച്ചിട്ട് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് വിജിലൻസ് അന്വേഷിച്ച് 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന്. എന്നിട്ട് ഈ കേസ് അങ്ങ് മാറ്റിവെച്ചു. അപ്പോൾ എനിക്ക് അടിസ്ഥാനപരമായി 1-2 കാര്യങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഹൈക്കോടതി 2 കേസിലാണല്ലോ FIR ഇട്ടിരിക്കുന്നത്. ഒന്ന് സ്വമേധയാ എടുത്ത ദ്വാരപാലക ശില്പങ്ങളുടെ കേസ്, 2 കട്ടിടപ്പാളിയിലെ കേസ്. ഇത് രണ്ടുമാണല്ലോ FIR ഇട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 4-5 മാസമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. SITക്ക് 3 പ്രാവശ്യം ഇങ്ങനെ 6 ആഴ്ച വെച്ച് ഇങ്ങനെ നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, ആ FIRലെ അന്വേഷണം എവിടെ പോയി? ഇവിടെ കൊടിമരത്തിനെ കുറിച്ച് SIT അന്വേഷിക്കണമെന്ന് പറയുമ്പം ഈ 3700 2025 3701 2025 അന്വേഷണം എവിടെ പോയി? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നവംബർ 25 ഹൈക്കോടതിയുടെ വിധി ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ന്യായാധിപന്മാരെ അറിയാനാണ് ഞാൻ പറയുന്നത്. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആ നവംബർ 25 വിധിയിൽ 2025 സെപ്റ്റംബറിൽ PS പ്രശാന്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ നടന്ന ക്രമക്കേടുകളെ കുറിച്ചിട്ട് ഒരു 8 പാരഗ്രാഫിൽ പറയുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ച് കേസെടുത്തോ? അത് സംബന്ധിച്ച് FIR ഇട്ടോ SIT? അത് നവംബർ 5 പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞല്ലോ. ആ കേസിൽ FIR ഇല്ല, ആ കേസിൽ അന്വേഷണം ഇല്ല. ആ കേസിൽ FIR ഇല്ലാത്തപ്പോഴാണ് SITയോട് ആദ്യം അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ വിവരത്തിൽ SITയോട് അന്വേഷിക്കാൻ ഹൈക്കോടതി പറയുന്നത്. ഏത്? കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ PS പ്രശാന്തിൻ്റെ കാലത്തെ ക്രമക്കേടുകളെ കുറിച്ചിട്ട് FIR ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന A പത്മകുമാറിൻ്റെ മകന് മറ്റേ യോഗദണ്ഡും രുദ്രാക്ഷമാലയിലും സ്വർണം പൊതിയാനായിട്ടൊരു ഇത് കൊടുത്തിരുന്നല്ലോ. അത് ചട്ടലംഘനമാണെന്ന് ദേവസ്വം വിജിലൻസ് പറഞ്ഞിരുന്നല്ലോ. അതിൽ FIR ഇട്ടോ? അതിലും FIR ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്ന് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതെന്താണ് ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് പറ്റിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ദേവസ്വം ബെഞ്ചല്ലേ ഞങ്ങളോട് പറഞ്ഞ് ഇത് വലിയ കൊള്ളയാണ്, ഇതിലെ പ്രതികളെ ഞങ്ങൾ പിടിച്ചിട്ടേ ഞങ്ങൾ പിന്മാറുമെന്ന് പറഞ്ഞ ദേവസ്വം ബെഞ്ച് ഇപ്പോൾ പണിയെല്ലാം നിർത്തി ആയുധം വെച്ച് കീഴടങ്ങി പോയത് ഇതിൻ്റെ യുക്തി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് SITക്ക് മടി എന്ന് SIT ചോദിക്കാത്തത് എന്താണ്? പത്മകുമാറിൻ്റെ മകനെതിരെ കേസെടുക്കാത്തത് എന്താണ് എന്ന് SIT ചോദിക്കാത്തത് എന്താണ്? അല്ലാതെ ബദറുദ്ദീൻ വരണം എന്നാലേ ചോദിക്കുള്ളൂ. അത് ബദറുദ്ദീൻ വരണമെങ്കിൽ ബദറുദ്ദീൻ്റെ അവിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ചെന്നാൽ അയാളെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്. ഇനി കോടതിക്ക്, ബഹുമാനപ്പെട്ട കോടതിക്ക് എന്തു തന്നെ തോന്നിയാലും ഒരു കാര്യം ഇതിൽ ഉറപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ CPMൻ്റെ പരാജയത്തിന് ശേഷം ഈ അന്വേഷണം 1 മില്ലിമീറ്റർ മുന്നോട്ട് പോയിട്ടില്ല. 1 മില്ലിമീറ്റർ. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തോട്ടെ, അതെങ്ങനെ പുറത്തറിയുന്നു കോടതി? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് അത് പുറത്തറിഞ്ഞില്ലല്ലോ. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തപ്പോൾ അത് പുറത്തറിഞ്ഞില്ലല്ലോ. അപ്പോൾ SIT നടത്തുന്ന കാര്യങ്ങൾ മുഴുവൻ പത്രത്തിൽ വരുന്നുണ്ടല്ലോ, മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നുണ്ടല്ലോ. ഇന്ന് SIT അന്വേഷണം ബാബ ആറ്റമിക് റിസർച്ച് സെൻ്ററിൽ കൊടുക്കണമെന്ന് പറഞ്ഞത് ഇന്നലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിൽ വന്നല്ലോ. അപ്പോൾ എന്താണ് ഈ SITയുടെ പണി? അന്വേഷണമാണോ വാർത്ത ചോർത്തലാണോ? അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, പ്രാഥമികമായി നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, SITയുടേതല്ല പ്രശ്നം. വളഞ്ഞിരിക്കുന്നത് മറ്റേ ഇതിൻ്റെ മുകളിലത്തെ അടിത്തറയ്ക്ക് തന്നെ പ്രശ്നം. SITക്കല്ല പ്രശ്നം, അന്വേഷിക്കുന്ന ഹൈക്കോടതിക്കാണ് പ്രശ്നം. ഹൈക്കോടതി എന്താണെന്ന് എനിക്കറിയില്ല. ഹൈക്കോടതി ആരെയോ കണ്ട് ഭയന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലെ CPMൻ്റെ തോൽവിക്ക് ശേഷം ആരെയോ കണ്ട് ഭയന്നിരിക്കുന്നു. ഇലക്ഷന് മുമ്പ് ഇനി 1 ഇഞ്ച് പോലും അന്വേഷണം മുന്നോട്ട് പോകരുത് എന്ന് എവിടെ നിന്നോ ഒരു നിർദ്ദേശം ഹൈക്കോടതിക്ക് ലഭിച്ചോ എന്ന സംശയം പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ള ഉത്തരവ്. ഇന്ന് ഇറങ്ങിയിട്ടുള്ള ഉത്തരവിൽ ഒന്നും മിണ്ടുന്നില്ല. ഒന്നും പറയുന്നില്ല. ഇന്നത്തെ ഉത്തരവ് കണ്ടാൽ ഹൈക്കോടതിക്ക് ഇതെങ്ങനെയും പൂട്ടിക്കെട്ടിയിട്ട് സ്ഥലം വിട്ടാൽ മതി എന്നുള്ള തോന്നലാണ് എന്നാണ് ഇത് വായിച്ചാൽ ആർക്കും മനസ്സിലാവുക.
കുറ്റങ്ങളിൽ FIR എടുക്കുന്നില്ല, FIR ഉള്ളതിൽ അന്വേഷിക്കുന്നില്ല, FIR ഇല്ലാത്തത് അന്വേഷിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് അന്വേഷണം പൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്ന് ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇറക്കിയ 12 ഇടക്കാല ഉത്തരവുകളും ആദ്യാവസാനം വായിച്ചു നോക്കിയിട്ടുള്ള എനിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും എന്നാണ് എനിക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. യെസ്.